പൊന്നിൻ താരകം മിന്നും ബേത്ലഹേമിൽ മഞ്ഞിൻ ദൂതുമായി വന്നു ദേവദൂതൻ. പൊന്നിൻ താരകം മിന്നും ബേത്ലഹേമിൽ മഞ്ഞിൻ ദൂതുമായി വന്നു ദേവദൂതൻ. പാരിൻ പാലകൻ പാതിരാവിതിൽ മഞ്ഞിൽ വന്നു പിറന്നു, മഞ്ഞിൽ വന്നു പിറന്നു. ആനന്ദത്തോടാടാം ഹല്ലേലൂയ പാടാം, കിന്നരങ്ങൾ മീട്ടാം. മെറി ക്രിസ്മസ്, മെറി 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 ക്രിസ്മസ്. ക്രിസ്മസ് ട്രീയുടെ മുകളിൽ അലങ്കാര വസ്തു അല്ല വെക്കേണ്ടത്, ഒരു മാലാഖേനെ അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തെയാണ് വെക്കേണ്ടത്. ചേച്ചി, ഈ ട്രീ ഒരുക്കാൻ ഇത്രയൊക്കെ പ്രത്യേകതകളുണ്ടോ? പിന്നെ എത്രയോ കാലങ്ങളായുള്ളത് ഇതൊക്കെ. എന്നാ ചേച്ചി പറ, എത്ര നാളായി ഈ ട്രീ ഒരുക്കാൻ തുടങ്ങിയിട്ട്? മിന്നു, ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതാണ്. കൃത്യമായി പറഞ്ഞ 1605-ാം ആണ്ടിലാണ്. ഇത് ആദ്യം ഉണ്ടാക്കിയിരുന്നത് പശ്ചിമ ജർമ്മനിയിലെ സ്ട്രാസ്ബർഗിലാണ്. അതായത് ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം ജർമ്മനിയിലാണ്. പിന്നീട് 1921 അമേരിക്കയിലും അവിടുന്ന് ഇന്ത്യയിലും ഒക്കെ ആയി. ശരിക്കും ഈ ട്രീ എന്തിനാ? സ്വർഗത്തിലെ വിലക്കപ്പെട്ട മരത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് പൂർവികർ ക്രിസ്മസ് ട്രീയെ കണക്കാക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ട്രീ എന്നാണ് ഉണ്ടാക്കേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിന് 4 ആഴ്ച മുമ്പുള്ള ഞായറാഴ്ച ട്രീകൾ ഒരുക്കി തുടങ്ങും. എന്നിട്ട് ക്രിസ്മസിന് ശേഷം 12 ദിവസം കഴിഞ്ഞ് ജനുവരി 6-ന് അഴിച്ചു മാറ്റും. അതാണ് പതിവ്. ഈ ട്രീ നമ്മൾ എന്തിനിങ്ങനെ അലങ്കരിക്കുന്നത്? ഇല കൊഴിയുന്ന ജീവിതങ്ങളെ ഹരിതാപമാക്കുന്ന ആഘോഷമല്ലേ ക്രിസ്മസ്. അതുകൊണ്ടാണ് നമ്മൾ ട്രീ അലങ്കരിക്കുന്നതും അതിൽ സമ്മാനങ്ങൾ തൂക്കുന്നതും ഒക്കെ. നമ്മുടെയൊക്കെ ജീവിതമാകുന്ന ക്രിസ്മസ് ട്രീയിൽ നിന്നും നന്മയും സ്നേഹവും കരുണയുമാകുന്ന സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു നൽകുന്ന ക്രിസ്മസ് ട്രീകളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. നല്ല ബോധ്യത്തോടെ അർത്ഥവത്തായി ഉണ്ണിയേശുവിന്റെ വരവേൽപ്പിനായി ക്രിസ്മസ് ട്രീ ഒരുക്കി കാത്തിരിക്കാം. ഹാപ്പി ക്രിസ്മസ്.